മനുഷ്യാവകാശങ്ങളും അവയുടെ ധ്വംസനം എവിടെയായിരുന്നാലും ആര് ചെയ്താലും അത് മനസാക്ഷിയുള്ള മനുഷ്യർക്കാർക്കും അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ജനസാഗരം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക. കക്ഷി രാഷ്ട്രീയങ്ങൾക്കും മതജാതി ചിന്തകൾക്കും മറ്റെല്ലാ വൈവിധ്യങ്ങൾക്കും അതീതമായിട്ട് മനസാക്ഷിയുടെ സംഗമമായി നമുക്കിതിനെ കാണുകയും, യുദ്ധം നമുക്കറിയാം നാളുകളായി വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് ഇസ്രായേലും പലസ്തീനുമായുള്ള യുദ്ധമായാലും റഷ്യയും യുക്രൈനുമായുള്ള യുദ്ധമായാലും മറ്റെവിടെയായാലും യുദ്ധം അനീതിയാണ്, യുദ്ധം മനുഷ്യത്വരഹിതമാണ്. അത് പ്രത്യേകിച്ച് ബലഹീനരായ നിസ്വരായ സ്ത്രീകളോടും കുഞ്ഞുങ്ങളോടുമൊക്കെ ചെയ്യുന്ന അക്രമവും അനീതിയും ഒരു കാരണവശാലും നമുക്കാർക്കും മനുഷ്യവംശത്തിന് അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല. ഗാസയിൽ നാളുകളായി ഈ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനത, അതിൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, അമ്മമാർ അവരുടെ വേദനയോട് പക്ഷം ചേരുകയാണ്. കത്തോലിക്ക സഭ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായുടെ കാലം മുതൽ, ആ സമയത്താണ് യുദ്ധം ആരംഭിക്കുന്നത്, യുദ്ധം ആരംഭിച്ച നാൾ മുതൽ തന്നെ പാപ്പ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു, ഇത് അനീതിയാണ്, ഈ യുദ്ധം നിർത്തണം. യുദ്ധത്തിന് കാരണമായത് എന്തു തന്നെയാണെങ്കിലും അത് സമാധാനപൂർണ്ണമായിട്ട് പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കണം. അല്ലാതെ നിസ്വരായ മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ടല്ല പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നത്. ലോക ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, ഒരു യുദ്ധവും ശാശ്വതമായ സമാധാനമോ പ്രശ്നപരിഹാരമോ ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കുകയുമില്ല. അത് വീണ്ടും 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 യുദ്ധങ്ങളിലേക്കും നാശങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കത്തോലിക്ക സഭയുടെ തലവനായ പരിശുദ്ധ ലിയോ പാപ്പ താൻ സ്ഥാനമേറ്റ നാൾ മുതൽ ഏതാണ്ട് എല്ലാ പരസ്യ സംഭാഷണത്തിലും ഈ യുദ്ധങ്ങൾ അവസാനിപ്പിക്കണം, യുദ്ധത്തിൻ്റെ കെടുതി അനുഭവിക്കുന്നവർക്ക് സമാധാനവും സ്വസ്ഥതയും ശാന്തമായ ജീവിതവും തിരികെ നൽകുവാൻ പരിശ്രമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ കൂടിയിരിക്കുമ്പോൾ എല്ലാവിധത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളെയും ബലഹീനർക്കെതിരെയുള്ള കടന്നുകയറ്റങ്ങളെയും നമുക്ക് അപലപിക്കേണ്ടിയിരിക്കുന്നു. ഗാസയിലെ ജനങ്ങളോടും അവിടെ വേദന അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളോടും പലായനം ചെയ്യേണ്ടി വരുന്ന ജനസമൂഹത്തോടും ക്രൈസ്തവ സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് കേരളത്തിലെ കത്തോലിക്ക സമൂഹത്തിൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. എല്ലാ ജനതകൾക്കും ശാശ്വതമായ ശാന്തി സമാധാനം ഉണ്ടാകുവാൻ യുദ്ധക്കൊതിയന്മാരായ ഭരണാധികാരികൾക്ക് ദൈവം തന്നെ മാനസാന്തരം നൽകട്ടെ, യുദ്ധങ്ങൾ അവസാനിക്കട്ടെ, ലോകത്ത് സമാധാനം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. മനുഷ്യാവകാശങ്ങളും അവയുടെ ധ്വംസനം എവിടെയായിരുന്നാലും